നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇത് പ്രഭാത സന്ദേശം. ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവിക മനോഹാരിത അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ്. കോരപുത്രന്മാരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ആലയത്തെ, ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തെ, അതിൽ ദൈവ സാന്നിധ്യമുണ്ട്, അതിൽ ദൈവകൃപയുണ്ട്, അത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന വിശ്വാസവും ആ ഒരു ആകാംക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആരാധന കൊണ്ടും ആലയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയൊക്കെ വെറും വട്ടപൂജ്യമായി മാറുകയാണ്. ഇവിടെ കോരപുത്രൻ പറഞ്ഞ വാക്കത്ര ശ്രേഷ്ഠമാണ്: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. 84 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ എങ്ങനെയാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്, ദൈവത്തിന് നൽകിയിരിക്കുന്ന സ്ഥാനപ്പേരുകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 1, സൈന്യങ്ങളുടെ യഹോവേ; 2, ജീവനുള്ള ദൈവം; 3, എൻ്റെ രാജാവ്; 4, എൻ്റെ ദൈവം. നോക്കിക്കേ, 4 വിധത്തിലുള്ള സംബോധനകൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ ദൈവത്തെക്കുറിച്ച് അവർ പറയുകയാണ്, പാടുകയാണ്. ആലയത്തിൻ്റെ മനോഹാരിതയും ആലയത്തിലെ ദൈവ സാന്നിധ്യവുമൊക്കെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ നന്നായി അടുത്തറിഞ്ഞുകൊണ്ടവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളൊക്കെ എത്രത്തോളം ആലയത്തെയും ദൈവികമായ കാര്യങ്ങളെയും ദൈവിക വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആവേശമുള്ളവരാണ്, ഭക്തിയുള്ളവരാണ്, ഭയമുള്ളവരാണ് എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുകയാണ്: എൻ്റെ സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവത്തെ നോക്കിയിരിക്കുന്നു. എൻ്റെ രാജാവ്, എൻ്റെ ദൈവം എന്ന് പറയണമെങ്കിൽ വ്യക്തിപരമായി ആ ഭക്തന്മാർക്ക് ഉള്ള ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവം ആരാണ് എന്ന വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ദൈവിക വിഷയങ്ങൾക്ക്, ദൈവികമായ അനുഭവങ്ങൾക്ക് അത്രമാത്രം സ്ഥാനമാനങ്ങൾ കൊടുക്കും, ബഹുമാനം കൊടുക്കുമെന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മിക വിഷയങ്ങൾക്ക് തീരെ വില കൽപ്പിക്കാത്ത, നിസാരമായി വൽക്കരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഭയത്തോടെ നമുക്ക് അടുത്തു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.